കേരളം രൂപീകൃതമായി 69 വർഷങ്ങൾ പിന്നിടുമ്പോൾ കേരളപ്പിറവി ദിനത്തിൽ നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ വെച്ച ചട്ടം 300 പ്രകാരം കേരളം അതിദരിദ്രമുക്ത സംസ്ഥാനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവിച്ചു. ഈ അഭിമാനകരമായ നേട്ടം കേരള ജനതക്കാകെ അവകാശപ്പെട്ടതാണ്. അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ, കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. നിയമസഭയുടെ മുൻകൂർ അനുമതിയില്ലാതെ ശനിയാഴ്ച ദിവസം സഭാ സമ്മേളനം വിളിച്ചു ചേർത്തത് ചട്ടലംഘനവും കീഴ്വഴക്കങ്ങളുടെ ലംഘനവുമാണ് എന്ന പ്രതിപക്ഷ നേതാവ്. കേരളം അതിദരിദ്രമുക്ത സംസ്ഥാനമാണെന്ന പ്രസ്താവന ശുദ്ധ തട്ടിപ്പാണെന്നും പ്രതിപക്ഷ നേതാവ്. ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം വന്ന ഒരു കാര്യം, റൂൾ 300 സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളനം ഇവിടെ കൂടുകയാണ്. എന്ത് പ്രസക്തിയാണ് സാറുള്ളത്? മാത്രമല്ല, കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവന ആരംഭിച്ചു. തുടക്കത്തിൽ പ്രതിപക്ഷത്തിന് മറുപടി. നിയമസഭ നമ്മുടെ നാടിനെയും രാജ്യത്തെയും ലോകത്തെയും അറിയിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് നിയമസഭയുടേതായ നടപടിക്രമത്തിലൂടെ ഇത് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. സഭയ്ക്കകത്ത് മാത്രമല്ല, പുറത്തും അതിദരിദ്രമുക്ത പ്രഖ്യാപനം സർക്കാർ ആഘോഷമാക്കി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം ആവർത്തിച്ചു. ഒപ്പം സർക്കാരിന്റെ കഴിഞ്ഞ വർഷങ്ങളിലെ ഭരണ നേട്ടങ്ങളും വിവരിച്ചു. രണ്ടാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ ഒരുങ്ങുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നായി ഉയർത്തിക്കാട്ടുകയാണ് അതിദരിദ്രമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനത്തെ. എന്തായാലും ഇതിന്റെ കണക്കുകളും മാനദണ്ഡങ്ങളും സംബന്ധിച്ച വിഷയത്തിലെ തർക്കങ്ങളും ചർച്ചകളും ഇനിയും തുടരുമെന്നുറപ്പ്. നിയമസഭയിൽ നിന്നും അമൽ തേരമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.